ഇവിടെ പപ്പ പറഞ്ഞില്ലേ മമ്മിയുടെ ചട്നിക്കകത്ത് വെള്ളം കയറിയെന്ന്. ചട്നി ഉണ്ടാക്കിയപ്പോ വെള്ളം കയറി ഒരു ചട്നി ഉണ്ടാക്കിയില്ല, പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല പൊന്നമ്മയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവര് പറഞ്ഞു പപ്പ ഈ പറഞ്ഞ പപ്പാനെ കൂടെ കാണണോന്ന്. അപ്പോഴാണ് ഞാൻ ഈ സാമ്പാർ കണ്ടത്. ഈ സാമ്പാറിൽ വെള്ളം കയറിയോ പപ്പ? അതാ കാണിച്ചേ. അതുകൊണ്ടാ എന്നെ തന്ത്രപരമായിട്ട് സാമ്പാർ സൂപ്പറാണ്. പപ്പ ഒരായി പറഞ്ഞു. അങ്ങനെ വേണം, അന്തസ് വേണം, അന്തസ്. ഇതാണ് എന്റെ പപ്പ. പപ്പാനെ കഴിക്കും. പപ്പ ഇസ് എ വെരി ബിസി ഗായ് അല്ലേ. പപ്പാൻ അങ്ങനെയാണ് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഞായറാഴ്ചകളിലേ കിട്ടുള്ളൂ. എല്ലാരും ഒന്ന് ആയി പറയരുത്. കസിൻസും എന്റെ നാത്തൂനും പിന്നെ എന്റെ മോന. മമ്മിക്കെല്ലാം പറയാനുണ്ടോ സാമ്പാറില്? അല്ല സോറി, ചട്ടറിയിൽ വെള്ളം കയറിയ കാര്യം. പൊന്നമ്മയെ പിടിച്ചെടുത്ത് നിൽക്കുന്നില്ലെന്ന്. അപ്പൊ ഇന്നൊക്കെയുള്ള മത്തി വറുത്തത്, പോർക്കൊലത്തിയത്, മോരടച്ചത്, പിന്നെ അതെന്നാമേ ഓവയ്ക്ക തോരൻ, പിന്നെ അതിന് തേങ്ങാപ്പാൽ ഒഴിച്ച അപ്പവും ബീഫും, പിന്നെ മീൻകറി, പിന്നെ ഇടയ്ക്ക് ഇച്ചിരി പിന്നെ കരിങ്ങാലി വെള്ളം. മമ്മിയുടെ കരിങ്ങാലി വെള്ളം എടുത്തോ. എനിക്ക് കരിങ്ങാലി വെള്ളത്തോട് അത്ര താല്പര്യമില്ല. അല്ല, കരിങ്ങാലി വെള്ളത്തിൽ വെള്ളം ചേർക്കുന്ന താല്പര്യമില്ല, അതല്ലേ മമ്മി ഉദ്ദേശിച്ചത്? ഞാൻ ഒറിജിനൽ കരിങ്ങാലി വെള്ളം. അപ്പൊ മീൻ കൂട്ടുന്നില്ലേ? മത്തി അതാ ഇപ്പൊ കൂടുതൽ പേരായി. നമുക്ക് പുതിയൊരാളെ കൊണ്ട് പറയിപ്പിക്കാം. എല്ലാവർക്കും ഒന്നിച്ചു പറയാം. അപ്പൊ പറഞ്ഞമ്മേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം.